വാസ്തവത്തിൽ കേരളത്തിന് പുറത്ത് നിന്ന് പല കാലങ്ങളിലായി ഇവിടേക്ക് വന്ന വിഭവങ്ങളെയും കറിക്കൂട്ടുകളെയും എല്ലാം എടുത്തു മാറ്റിയാൽ മിക്കവാറും ഇല മാത്രമേ ബാക്കിയുണ്ടാവൂ. ബാക്കിയൊക്കെ എവിടുന്നെങ്കിലും വന്നതാ. ഓരോ കാലത്ത് നമ്മുടെ ചീന മുളക് ഇപ്പം നോക്കൂ, നമ്മുടെ പടിപ്പുര, നാലുകെട്ടിന്റെ പടിപ്പുര കേരളീയ വാസ്തുവിദ്യ എന്നാണല്ലോ പറയാം. ചീനക്കാരുണ്ടാക്കിയതാ. ചൈനയിലാണ് വീടിന് പടിപ്പുര ഉണ്ടാക്കുന്ന സമ്പ്രദായം. ചൈനീസ് വാസ്തുശില്പത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതാണ് നാലുകെട്ടിന്റെ പടിപ്പുര. ഈ നായർ സ്ത്രീകൾ മുടി കെട്ടുന്ന രീതി ഉണ്ടല്ലോ, കൊണ്ട കെട്ടുക എന്ന് പറഞ്ഞിട്ട് ഈ തിരുവാതിര കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓട്ടം കിട്ടും. നമ്മുടെ രവിവർമ്മയുടെ ചിത്രത്തിലൊക്കെ കാണാം, ഹിയർ കംസ് മൊബൈലൊക്കെ ഈ മുടി ഇങ്ങനെ കെട്ടിയ ഈ കൊണ്ട കിട്ടുന്ന സമ്പ്രദായം ചൈനീസ് കേശാലങ്കാര രീതിയാണ്. അതുകൊണ്ട് തിരുവാതിര കളിക്കുന്ന സമയത്ത് കൂടെ ചൈനയുണ്ട്. കളിക്കണവർ അറിയണമെന്നൊന്നുമില്ല, ചൈനയുണ്ട്. ഹനുമാന്റെ തൊപ്പി ഉണ്ടല്ലോ, കഥകളിയിലെ ഹനുമാന്റെ തൊപ്പി ഫ്രഞ്ച് തൊപ്പിയാണ്. അതുകൊണ്ട് ഹനുമാൻ ചാടുന്ന സമയത്ത് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഹനുമാൻ അറിഞ്ഞൂടാ, പക്ഷെ ഉണ്ട്. ഈ ഷെയറിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നതിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷെ ആ പാരമ്പര്യം ഇപ്പോ മുണ്ടുകൊടുക്കണമാണോ കേരളീയത? സാരി കേരളീയ വസ്ത്രമാണെന്ന് പറയാം. എപ്പോഴാണ് വന്നത്? 100 കൊല്ലമായിട്ടില്ല. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഈ സാരി. അതിപ്പോ നമ്മൾ ധരിക്കുന്ന രൂപത്തിലല്ല കേട്ടോ. അവരുടെ സാരി ധരിക്കുന്ന രീതിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. രവിവർമ്മയുടെ ചിത്രം നോക്കിയാൽ കാണാം, കുറച്ച് വ്യത്യാസമുണ്ട്. അത് രവിവർമ്മ വരച്ചുണ്ടാക്കി. പിന്നെ രവിവർമ്മ അത് 100 കണക്കിന് 10,000 കണക്കിന് ചിത്രങ്ങൾ അച്ചടിച്ച് നാട്ടിൽ മുഴുവൻ വിറ്റു. അതൊക്കെ കണ്ട് നാട്ടുകാർ സാരി ധരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ചേർന്നിട്ട് ഒരു 950-60 ആയി കേരളത്തിൽ സാരി ഓടി തുടങ്ങിയപ്പോൾ. അതിനു മുമ്പ് കേരളത്തിൽ ഒരു വസ്ത്രമുണ്ട്. വാസ്തവത്തിൽ കേരളീയ വസ്ത്രം എന്ന് പറയാവുന്ന ഒറ്റ മുണ്ടാണ്. ഏതാണ്ട് കാൽമുട്ടിന് താഴെ വരെ എത്തുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ധരിച്ചിരുന്ന ഒറ്റ മുണ്ടാണ് ഒരു കേരളീയ വസ്ത്രം. ആണുങ്ങൾ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ടൊന്നും അധികം കാലമൊന്നും ആയിട്ടില്ല. സ്ത്രീകൾ മാറി മറയ്ക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഒറ്റ മുണ്ടാണ്, അതാണ് കേരളീയ വസ്ത്രം. KC നാരായണൻ പറയുന്ന രസമുള്ള ഒരു ഫലിതമുണ്ട്. ഈ ഒറ്റ മുണ്ടെടുത്ത കേരളീയർ ചെയ്ത ഒരു പ്രതികാരമാണ് കഥകളി വേഷം. കാരണം ഒരു കഥകളി വേഷത്തെ ഒരുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു പഞ്ചായത്തിലെ മുഴുവൻ മുണ്ട് വേണം. ഒരു കീചകൻ വരണമെങ്കിൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ മുണ്ടുണ്ടെങ്കിൽ ഒരു കീചകനാവുള്ളൂ എന്ന് KC പറയും. ഇങ്ങനെ എന്തെല്ലാം കൊടുക്കൽ വാങ്ങലുകളുടെ കഥയുണ്ട്. കേസരി പറയുന്ന രസമുള്ളൊരു ഒബ്സർവേഷൻ എന്താ വെച്ചാൽ, നമ്മൾ ഈ കളം വരയ്ക്കണം. ഈ നമ്മൾ വരയ്ക്കുന്ന കളത്തിലെ രേഖാ സമ്പ്രദായം, അതിലെ ലൈനിന്റെ പാറ്റേണുകൾ, അത് പേർഷ്യൻ ചിത്രകലയിലെ ഭൂഭാഗ ചിത്രീകരണത്തിൽ നിന്ന് വന്നതാണ്. പേർഷ്യൻ ചിത്രകലയിലെ ഭൂഭാഗ രചനകളിൽ ലാൻഡ്സ്കേപ്പുകൾ അവർ വരയ്ക്കുമ്പോൾ അവരുപയോഗിക്കുന്ന രചനാ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ കളമെഴുത്ത്. എങ്ങനെ പേർഷ്യൻ ചിത്രകല പ്രാചീനകാലം മുതൽ തന്നെ കപ്പലോട്ടങ്ങൾ വഴി അവരുടെ രേഖാ സമ്പ്രദായം നമ്മുടെ തീരമേഖലകൾക്ക് പരിചിതമായി. അത് സ്വാംശീകരിക്കപ്പെട്ട് നമ്മുടെ രേഖാ സമ്പ്രദായത്തിലേക്ക് വന്നു, നമ്മുടെ ചുമർചിത്രങ്ങളിലേക്ക് വന്നു, നമ്മുടെ അമ്പലച്ചുമരുകളിലെത്തി, നമ്മുടെ കളമെഴുത്തായി.